إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിലൂടെ ഓതിത്തന്ന വചനമാണ്, നമുക്ക് സുപരിചിതമായ വചനമാണ്. ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് മദ്യത്തിൻ്റെയും ലഹരികളുടെയും ഒക്കെ വിഷയത്തിൽ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു, തീർച്ചയായും മദ്യം, അതേപോലെ തന്നെ വൽ മൈസിർ, ചൂതാട്ടം, വൽ അൻസാബു, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന പ്രതിഷ്ഠകൾ, വൽ അസ്ലാമു, ഭാഗ്യം നോക്കാൻ ഉപയോഗിക്കുന്ന ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളായ അമ്പുകൾ, റിജിസുൻ, അത് മ്ലേച്ഛമാണ്, മിൻ അമലി ശൈത്താൻ, ശൈത്താനിൽ നിന്നുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് ഒഴിവാക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കും. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒട്ടനേകം കാര്യങ്ങളുണ്ട്. ഒരു സമൂഹത്തിന്, ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം. ഒരു സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ഒരു നാട്ടിനോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയത്തിൻ്റെ അടിവേരുകളാണ്, നാരായ വേരുകളാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ള ഒരു സമൂഹത്തിന് വിജയിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കറിയാം, ശിർക്ക് എത്ര ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം, ഇബാദത്തുകൾ അള്ളാഹുവിന് കൊടുക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്, സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാതകം.
7 പാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി എണ്ണിയ പാപം. ഇങ്ങനെയുള്ള ശിർക്ക് ചെയ്യുന്ന പ്രതിഷ്ഠകൾ, വിഗ്രഹങ്ങൾ, ഇതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ശിർക്കിലേക്കും അതേപോലെ തന്നെ കുഫ്റൻ പ്രവർത്തനങ്ങളിലേക്കും ചേർത്തിക്കൊണ്ട് മുസ്ലിം ഉമ്മത്ത് വളരെ നിസ്സാരമായി കാണുന്ന, അതൊരു വിഷയമല്ലാതെയായി കാണുന്ന, ഇന്ന് ലഹരി വസ്തുക്കളുടെ കൂട്ടത്തിൽ പല പല പേരുകളുള്ളതും ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചറിയാത്തതും നമ്മുടെ കൊച്ചുമക്കൾ പോലും അറിയാതെയോ അറിഞ്ഞോ ഉപയോഗിക്കുന്ന അതിൻ്റെ കാരിയറുകളാകുന്ന മുസ്ലിം സമുദായത്തിലെ ഖൈറു ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വളരെയധികം ലാഘവത്തോടെ കാണുന്ന ഈ ലഹരി വസ്തുക്കൾ മദ്യമായോ മറ്റുള്ള പൊടികളായോ ഏതൊക്കെ നിലക്കുള്ളതായോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ തെറ്റായ ശിർക്കിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലെങ്കിൽ അതിനോട് ചേർത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ഗൗരവമാണ് ഇത്! സേവിക്കുന്ന, ഇതിനെ ഗൗരവമായി കാണാത്ത, നിസ്സാരമായി കാണുന്ന, അതേപോലെ തന്നെ ലഹരി വസ്തുക്കളിൽ ചെറുതും വലുതുമായത് ഉപയോഗിക്കുന്ന സമൂഹത്തിന് വിജയമില്ല. ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. എന്നിട്ട് റബ്ബ് വിശദമായി പഠിപ്പിക്കുന്നു, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ള. ഇതിലൂടെ, ലഹരി ഉപയോഗിക്കുന്നതിലൂടെ, നിസ്സാരമായ DJ പാർട്ടികളിലും അതേപോലെ തന്നെ ടൂർ പോവുകയാണെങ്കിൽ മുസ്ലിം കലാലയങ്ങളിൽ നിന്ന് പോലും, എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതേപോലെ തന്നെ പല കുടുംബങ്ങളുടെ കല്യാണങ്ങളിലും കൂട്ടുകാരന്മാർ കൂടുന്നിടത്തും ഈ മദ്യസേവയും അതേപോലെ തന്നെ ലഹരിയും ഇല്ലെങ്കിൽ അവരുടെ മാമാങ്കങ്ങൾ പൂർത്തിയാകുന്നില്ല. വലിയ റോളിൽ ഇയാൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആര്? ഈ ലഹരി വസ്തുക്കൾ. അവരില്ലെങ്കിൽ യുവാക്കൾക്ക്, അല്ല യുവതികൾക്ക്, അവർ ചെയ്യുന്ന രസങ്ങളും ഹരങ്ങളും പൂർത്തിയാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തോടുകൂടി പരാജയത്തിൻ്റെ നാരായ വേരാണെന്ന് പഠിപ്പിച്ചു, വിജയമുണ്ടാവുകയില്ലെന്ന് പഠിപ്പിച്ചു. പലപ്പോഴും ഇത് ഞാനും നിങ്ങളുമാകുന്ന മുസ്ലിം സമൂഹത്തിലെ പ്രബോധകന്മാരും അതേപോലെ തന്നെ രക്ഷിതാക്കളും ചർച്ച ചെയ്യുന്നത്, സമൂഹത്തിൽ നമുക്ക് ദുനിയാവിൻ്റെ കോട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് മുസ്ലിം പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞു വിദ്യാർത്ഥി, ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ തൻ്റെ മാതാവിൻ്റെ കഴുത്തറുത്തു കൊന്നു. നൊന്തുപറ്റ ഉമ്മയുടെ കഴുത്തറുത്തു കൊന്ന കഥ നമ്മൾ ഈ ആഴ്ചയിൽ കേൾക്കുകയാണ്. അതേപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ടോ അല്ലാതെയോ നമ്മുടെ വിദ്യാർത്ഥി തലമുറകൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന് നേരെ കൊലവിളി വിളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട മക്കൾ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണ് അവരങ്ങനെ ആയിത്തീർന്നത്? രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക്, നമുക്ക് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് കേവലം പറഞ്ഞു പോകാനുള്ളതല്ല. അള്ളാഹു വ്യക്തമായി പഠിപ്പിച്ചു, വിജയിക്കുകയില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയാലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറയുന്ന, എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളുമാകുന്ന ആളുകൾ, നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ ലഹരിയുടെ ഒരംശമുണ്ടെങ്കിൽ, ലഹരിയുടെ എന്തെങ്കിലും പേരിലുള്ളതായിട്ടോ, അത് അത്ര ലഹരി ഉള്ളതല്ലല്ലോ, കള്ളെന്ന് പേരില്ലല്ലോ, അല്ലെങ്കിൽ അത് കള്ളിൻ്റെ ബ്രാൻഡായിക്കൊണ്ട് അറിയപ്പെടാത്തതാണല്ലോ, അത് മറ്റു ചവച്ചറക്കുന്നതാണല്ലോ, അതേപോലെ തന്നെ വായകളിൽ മറ്റെന്തെങ്കിലും സ്ഥലത്ത് വെക്കുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്നു, കണ്ടില്ല എന്ന് നടിക്കുന്നു. അധ്യാപകന്മാരായിട്ടുള്ള ആളുകൾ, രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ, കൗമാരക്കാരും യുവത്വവും വളർന്നു വരുന്നു, ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത രീതിയിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഈ ലഹരിയിലൂടെ ശൈത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മേന്മയാണോ? നമ്മുടെ രസമാണോ? നമുക്ക് സന്തോഷമുണ്ടാകലാണോ? നമ്മുടെ വിജയമാണോ?
അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും അതേപോലെ തന്നെ പരസ്പരം പകയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫിൽ ഖംരി വൽ മൈസിരി. ഈ മദ്യപാനത്തിലൂടെയും ലഹരിയുടെയും അതേപോലെ തന്നെ ചൂതാട്ടത്തിലൂടെയും ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലുത് വയസുദ്ദുക്കും അന്തിക്കില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും പടച്ചോനെ പേടിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ലവലേശം ഓർമ്മയില്ലാത്ത, നമസ്കാരമില്ലാത്ത, നമസ്കാരമില്ലാത്ത, ഇബാദത്തില്ലാത്ത, പേരിന് മാപ്പിളയായി പേര് കൊണ്ട് മാത്രം മുസ്ലിമാണെന്ന് അറിയപ്പെടുന്ന ജീവിതം, അത് നയിക്കലാണ് ഉദ്ദേശിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ള ചോദിക്കുകയുണ്ടായി, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ലേ? ഇത് കേട്ട സമൂഹം വിരമിച്ചു, ഇത് കേട്ട സമൂഹം വിജയിച്ചു. ഇത് കേട്ട സമൂഹത്തെക്കുറിച്ച് അല്ല പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായം. അല്ല സൃഷ്ടിച്ച തലമുറകളിൽ, അല്ല സൃഷ്ടിച്ച മനുഷ്യകുലങ്ങളിൽ ഏറ്റവും നല്ല തലമുറ നിങ്ങളാണ്. വാനലോകത്തിൽ നിന്ന്, അർശിന്റെ മുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. എന്താണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത? നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. സകലമാന തിന്മകളും ചെയ്ത ആളുകൾ, സകലമാനമായ നന്മകൾക്കും എതിരി നിന്ന ആളുകൾ ഇന്ന് നന്മകളുടെയും അതേപോലെ തന്നെ നന്മ കൽപ്പിക്കലിൻ്റെയും സർവ്വ തിന്മകളുടെയും തിന്മകൾ ഒഴിവാക്കുന്നതിൻ്റെയും ആളുകളായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. ഖൈറ ഉമ്മത്തായി തീർന്നു. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയത്തിനുള്ളതാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഗൗരവത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പരലോകം തകർക്കും. കേവലം ദുനിയാവിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യാനുള്ളതല്ല. അത് വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ദുന്യവിയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. സമൂഹം, തലമുറ നശിക്കുന്നു, യുവത്വം ലഹരിക്കടിമപ്പെടുന്നു. പ്രശ്നങ്ങൾ എന്താ? ദുന്യവിയായ, കേവലം ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് കേവലം ദുന്യവിയായ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യേണ്ടതില്ലേ? രണ്ട് ലോകവും മനുഷ്യനെ തകരും. പരലോകമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. കുടുംബങ്ങൾ തകരുന്നു, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളില്ലാതെ ആയി പോകുന്നു, ലൈംഗിക അരാജകത്വം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വർദ്ധിച്ചു വരുന്നതോടുകൂടി ഉത്തരവാദിത്തങ്ങളില്ലാതെയാകുന്നു, സാമ്പത്തികമായി തകരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് സഹോദരന്മാരെ! കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, യഖൂൽ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാവിധ മ്ലേച്ഛതകളുടെയും എല്ലാവിധ തോന്നിവാസങ്ങളുടെയും അപകടങ്ങളുടെയും ഉമ്മയാണ്, മാതാവാണ് മദ്യം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. നിസ്സാരമായി കാണേണ്ടതില്ല. അക്ബറുൽ കബായിർ, വൻ പാപമാണ്. വമൻ ശരിബഹാ, ആരെങ്കിലും ഈ മദ്യം സേവിച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി അങ്ങോട്ടകത്തായി കഴിഞ്ഞാൽ, വകഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, അവന് തൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവൻ്റെ മുമ്പിൽ കാണുന്നത് അവൻ്റെ ഉമ്മയാണെങ്കിലും അവൻ്റെ അമ്മായിയാണെങ്കിലും അതേപോലെ തന്നെ ഉമ്മയുടെ സഹോദരിയാണെങ്കിലും, അമ്മായി എന്ന് പറഞ്ഞാൽ വാപ്പയുടെ സഹോദരിമാർ, വകഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, തൻ്റെ ഉമ്മയാകട്ടെ അതേപോലെ തന്നെ തൻ്റെ വാപ്പയുടെ സഹോദരിമാരാകട്ടെ തൻ്റെ ഉമ്മയുടെ സഹോദരിമാരും ജ്യേഷ്ഠത്തി അനുജത്തിമാരാകട്ടെ, അവർക്കതൊന്നും പ്രശ്നമല്ല. മദ്യപാനിക്ക് പെണ്ണാണ്, എല്ലാം പെണ്ണാണ്. തൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആരെയും സമീപിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തശ്റബിൽ ഖംറ ഫഇൻഹാ മിഫ്താഹു കുല്ലി ശൈർ, ഈ മദ്യത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, നിങ്ങൾ കുടിക്കരുത്, ലഹരി നുണയുന്ന അവസ്ഥയുണ്ടാകരുത്, എല്ലാവിധ ഹറാമുകളുടെയും കേന്ദ്രമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഖൈറ ഉമ്മത്തിലെ ഒരു മകനാണ് മാതാവിനെ കൈത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഒരു സംഭവം മാത്രമല്ല, മിനിറ്റുകൾ, ഓരോ മിനിറ്റുകളിലും നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പലതും നമ്മൾ അറിയുന്നു, പലതും അറിയാതെ പോകുന്നു. കള്ളുമായി ബന്ധപ്പെട്ട എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയുണ്ടായി.
അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി അശറ. മദ്യവുമായി ബന്ധപ്പെട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വിഭാഗത്തെ ശപിച്ചു. എന്താ റസൂലുള്ള ശപിക്കുന്നു പറഞ്ഞാൽ എന്താ? പ്രവാചകൻ ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ? ആണിന്റെ വേഷമിടുന്ന പെണ്ണിനെ, പെണ്ണിന്റെ വേഷമിടുന്ന ആണിനെ റസൂലുള്ള ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ള ശപിച്ചു എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നു. എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകാൻ, അള്ളാഹുവിന്റെ ഖൈറുണ്ടാകാൻ, അള്ളാഹുവിന്റെ ഫദ്ലുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പണിയെടുക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടിമാറ്റാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നീക്കി വെക്കാത്ത ദുആയാണ് റസൂലുള്ളാഹിയുടെ ദുആ. എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപമുണ്ടാകുന്നു. ആണിന്റെ വസ്ത്രമിടുന്ന പെണ്ണിന്റെ, ആണിനെയും പെണ്ണിന്റെ വസ്ത്രമിടുന്ന ആണിനെയും വ്യത്യസ്തങ്ങളായ രീതിയിൽ വസ്ത്രധാരണ ഉപയോഗിക്കുന്ന, അതിലൊന്നും ഗൗരവം കാണാത്ത, വസ്ത്രധാരണക്ക് ശ്രദ്ധിക്കാത്ത ആളുകളെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന ഹദീസ് വന്നു. റസൂലുള്ളാഹിന്റെ ശാപം കിട്ടുന്നു നമ്മുടെ മക്കൾക്ക്. റസൂലുള്ളാഹി അവർക്കെതിരായി ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ലഅന റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അർത്ഥം. പണ്ഡിതന്മാർ വിശദീകരിച്ചു തരാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെയാണ് റസൂലുള്ളാഹി ശപിച്ച് പ്രാർത്ഥിച്ചത്? ഫിൽ ഖംരി അശറ, 10 വിഭാഗം ആളുകളെ, 10 വിഭാഗം ആളുകളെ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആസിറഹാ വമുഅതസിറഹാ വശാരിബഹാ വഹാമിലഹാ വമഹ്മൂലതു ഇലൈഹി വൽമഹ്മൂലതു ഇലൈഹി വസാഖിയഹാ വബായിഅഹാ വആകില തമനിഹാ വൽമുശ്തരി ലഹാ വൽമുശ്തറാതു ലഹു. മദ്യം വാറ്റുന്നവനെ, മദ്യം കുടിക്കുന്നവനെ, മദ്യം വിൽക്കുന്നവനെ, മദ്യം കുടിപ്പിക്കുന്നവനെ, മദ്യം വിലക്കു വാങ്ങുന്നവനെ, ആർക്കു വേണ്ടിയാണോ അയാൾ വാറ്റുന്നത്, ഒരാൾ വാറ്റുന്നത് അയാളെ, അത് ആരാണോ കൊണ്ടുവന്ന് കൊടുക്കുന്നത്, വഹിച്ചു കൊണ്ട് കൊടുക്കുന്നത് അയാളെ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നത് ആരാണോ അയാളെ, അതേപോലെ തന്നെ ആർക്ക് വേണ്ടിയാണോ അത് വഹിച്ചു കൊണ്ടുവരുന്നത് അയാളെയും, ആരാണോ അത് വിറ്റിട്ട് അതിൻ്റെ വില തിന്നുന്നത് അയാളെയും, ആർക്ക് വേണ്ടിയാണ് അത് വിലക്ക് വാങ്ങുന്നത് അവനെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. എത്ര ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുന്നത്! എത്ര ആളുകളെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത്! അപ്പോൾ ഉമ്മത്ത് ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂല് ശാപപ്രാർത്ഥന നടത്തുക, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമാണത്! എത്ര ഗൗരവമാണ് സഹോദരന്മാരെ! ഇത് നിസാരമായി കാണേണ്ടതല്ല എന്നർത്ഥം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ ഇതൊക്കെ രക്ഷിതാക്കളായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലതും സംഭവിക്കുന്നത്. ശ്രദ്ധയില്ല, മക്കൾ എങ്ങോട്ട് പോകുന്നു, ആരുടെ കൂടെയാണ് അവർ കമ്പനി കൂടുന്നത്. അതേപോലെ തന്നെ ആ ടൂറ് പോവുകയാണെങ്കിൽ തൻ്റെ കുട്ടിയുടെ ദീന്, തൻ്റെ കുട്ടിയുടെ അവൻ ശ്രദ്ധിക്കേണ്ട ലൈംഗിക രംഗത്തെ കാര്യങ്ങൾ, അതൊക്കെ കുത്തഴിഞ്ഞു പോകുന്ന ടൂറാണോ, മദ്യം സേവിക്കുന്ന ടൂറാണോ, അങ്ങനെയുള്ള പോക്കാണോ എന്നുള്ളതൊന്നും ശ്രദ്ധയില്ലാത്ത പല രക്ഷിതാക്കളുമുണ്ട്. അതൊന്നും പ്രശ്നമില്ല, അത് കോളേജല്ലേ, സ്കൂളല്ലേ, ഓലെ പ്രായമല്ലേ എന്ന് വിചാരിക്കുന്നവർ. എന്നാൽ മക്കൾക്ക് ദീന് കൊടുക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് അവബോധമുണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് സഹോദരന്മാരെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്ന പ്രശ്നമില്ല. വലാ മന്നാനുൻ, നന്മ ചെയ്തത് എടുത്തു പറയുന്ന ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല. വലാ മുദിമിന് ഖംരിൻ, മദ്യം കുടിക്കുന്നവൻ, മദ്യം സേവിക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ, മദ്യം കുടിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുന്ന പ്രശ്നമില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടായി. എത്രത്തോളം എന്നറിയോ? മദ്യം ഉപയോഗിക്കുന്ന തീൻമേശയിൽ പോലും ഇരിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മദ്യം ഉപയോഗിക്കുന്ന തീൻമേശകളിൽ ഇരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ.
അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അള്ളാനെയും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ മദ്യം സേവിക്കുന്ന തീന്മേശയിൽ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങളാ സഹോദരന്മാരെ. ഇത് ഈ നിലക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഇത് സ്വീകരിക്കാനും ആളുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മദ്യം കുടിക്കുന്ന തീന്മേശമിലിരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി വീണ്ടും പഠിപ്പിച്ചു. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം എന്നുള്ളത് എല്ലാവിധ നീചവൃത്തികളുടെയും മാതാവാണ്. വമൻ ശരിബഹാ ലം യഖ്ബലല്ലാഹു മിൻഹു സ്വലാത്തൻ 40 യൗമൻ, 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വീകരിക്കുന്ന പ്രശ്നമില്ല കള്ളുകുടിയേണ്ടത്. വഇൻ മാത വഹിയ ഫീ ബത്നിഹി മാത മൈതതൻ ജാഹിലിയ, ഒരാൾ കള്ള് കുടിച്ചുകൊണ്ട് മരിക്കണം, അവൻ്റെ വയറ്റിൽ കള്ളുണ്ട്, ആ നിലക്കാണ് അവൻ മരിക്കുന്നത് എങ്കിൽ അവൻ ജാഹിലിയ കാലഘട്ടത്തിൽ മരിക്കുന്നവനെ പോലെയാണ്. മാത മീതതൻ ജാഹിലിയ മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇതൊക്കെ പറഞ്ഞ എന്തിനാണെന്നറിയോ സഹോദരന്മാരെ? നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ളവർക്ക് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. മദ്യത്തിൻ്റെ ലഹരിയുടെ ചെറിയ അളവുകളായിട്ടുള്ള പല കാര്യങ്ങളും ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കൾ നമ്മുടെ ഇടയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, മക്കളുടെ കൂട്ടത്തിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. ഇത്രയധികം ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് വെച്ചാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, മദ്യം അയാൾക്ക് ഒരു മനുഷ്യന് മരുന്നിൽ മദ്യം സേവിക്കേണ്ട ആവശ്യമുണ്ട്, ഡോക്ടർ അങ്ങനെ പറഞ്ഞു തന്നത്, കുറച്ച് ലഹരിയുള്ള മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹാ ലൈസത് ബിദവാഇൻ വലാകിന്നഹാ ദാ, അത് മരുന്നല്ല സുഹൃത്തേ, സഹോദര, അത് മരുന്നല്ല, അത് രോഗമാണ്. എന്നിട്ട് രോഗം മാറാൻ വേണ്ടി വേറെ രോഗം കയറ്റണ്ട എന്ന് റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത്ര ഗൗരവത്തെ പറഞ്ഞിട്ടുള്ള സംഗതി പിന്നെ എങ്ങനെയാണ് നമ്മൾ നിസാരമായി കാണുക? പാൻപരാഗകളും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, അതൊരു ഗൗരവം കാണിക്കാത്ത ആളുകൾ. അപ്പോൾ അതേപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നത് ശരീരത്തിന് ദോഷകരമായതാണോ? അത് പാടില്ലാത്തതാണ്, അതിന് മുഅ്മിന് ചേർന്നതല്ല. ലഹരി ഉണ്ടാക്കുന്നുണ്ടോ? ദോഷകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ സമൂഹത്തെയും മക്കളെയും എല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മദ്യവും മയക്കുമരുന്നും മറ്റു സാമൂഹിക തിന്മകളും കടിഞ്ഞാണില്ലാതെ വായുന്ന തലമുറകളിലാണ്, സാഹചര്യത്തിലാണ് നമ്മുടെ കൗമാരക്കാരും യുവത്വവും വിദ്യാർത്ഥി തലമുറകളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ച പോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള വാർത്തകൾ, ഭയപ്പെടുത്തുന്ന ഭീകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള തന്നെ ലഹരിക്കടിമപ്പെട്ട മകൻ പിതാവിനെ കൊല്ലുകയും കഴുത്ത് ഞെരിച്ച് കൊന്ന് പിതാവിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത വാർത്തയും നമ്മൾ വായിക്കുകയുണ്ടായി. വിദേശത്ത് നിന്ന് മകൻ്റെ പരിധിവിട്ട ലഹരി ഉപയോഗം നിർത്താനും മകൻ്റെ കൂടെ നിൽക്കാനും വേണ്ടി പിതാവ് കൊണ്ടുപോയതാ. ലഹരി കിട്ടാത്തതിൻ്റെ പേരിൽ ആ പിതാവിനെ തന്നെ കൊന്ന് കണ്ണ് ചൂഴ്ന്നെടുത്തു. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പല തരത്തിലുള്ള അരാജക പ്രവർത്തനങ്ങൾ. മറ്റൊന്ന് നമ്മൾ കേട്ടത്, കാമുകനെ വിഷം കലർത്തി കൊന്നു, മുമ്പ് സംഭവിച്ചതാണ്. അതിൻ്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി തൂക്കുകയറിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ മിനിറ്റിലും
ഭയപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെ മക്കളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൽമ നുകർന്നു കൊടുക്കുന്ന, അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനെതിരെ കൊലവിളി നടത്തുന്ന മക്കൾ. ചർച്ച ചെയ്തു പോവുകയല്ലാതെ എന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ പരിഹാരമായിട്ട് വരും. എന്താ പോലെ പരിഹാരം? കുറേ ഷോർട്ട് ഫിലിമുകളും റീൽസുകളും, എന്നിട്ട് അതിൽ അഭിനയിക്കുകയാണ്. മുസ്ലിം മാതാവിനെയാണല്ലോ കൊന്നത് എന്നുള്ള നിലക്ക് കുറേ മുസ്ലിം ഉമ്മമാരും ഇത്താത്തമാരും ഷോർട്ട്സ് ഫിലിമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് തലമറച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരം ഒരു ഫിലിം ഇറക്കലാണ്, ഒരു ഷോർട്സ് ഉണ്ടാക്കലാണ്, എന്നിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് അതിലൂടെ 10,000 കാണുക, അവരുടെ ശരീരവും അവരുടെ മേനിയഴകും. ഒരു പ്രശ്നത്തിന് പരിഹാരം മറ്റനേകം പ്രശ്നങ്ങൾ. ഇങ്ങനെയാണ് സമൂഹം ചിന്തിക്കുന്നത്. മറ്റുള്ള ആളുകളാണെങ്കിൽ പോട്ടെ, നമ്മുടെ ഖൈറു ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. 10ഉം 15ഉം ഇത്താത്തമാരിന്ന് അഭിനയിച്ച് തീർക്കുകയാണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. മോൻ്റെ ലഹരി, മോളുടെ ലഹരി, കൗമാരത്തിൻ്റെ ലഹരി മാറ്റാൻ വേണ്ടി ഇവർ ഇറങ്ങിക്കുകയാണ് ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലേക്ക്. സഹോദരന്മാരെ, തൊലിപ്പുറത്താണ് പലപ്പോഴും ചികിത്സ. പ്രശ്നത്തിൻ്റെ അടിവേരെന്താണ്, നാരായ വേരെന്താണ്, അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് ചർച്ചയില്ല. ഇങ്ങനെയൊക്കെ ലഹരിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ വിറ്റ് സമ്പത്തുണ്ടാക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റുകൾ കോടിക്കണക്കിന് രൂപ, ഒരു ഓണം വന്നാൽ, വിഷു വന്നാൽ, ന്യൂ ഇയർ വന്നാൽ കോടിക്കണക്കിന് സമ്പാദിച്ച സമ്പത്തിൻ്റെ കണക്കാണ് ഇന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. കള്ളിൻ്റെ പോഷകമൂല്യങ്ങൾ സംസാരിക്കുന്ന ജനപ്രതിനിധികൾ, നമ്മുടെ നാടിൻ്റെ വെള്ളവും അതിൻ്റെ വസ്തുക്കളൊക്കെ വലിയ വലിയ കള്ള് കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, എല്ലാവരും കണക്കാണ്. കോടികൾ ഉണ്ടാക്കുകയാണ്. എന്നാൽ കൊക്കോടികളുടെ നഷ്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൊക്കോടികളുടെ നഷ്ടം. ഈ കള്ളിൽ കുടുംബം തകരുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തകർക്കപ്പെടുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ലഹരിയുടെ പേരിൽ ഉണ്ടാകുന്നത്. എന്നിട്ട് കിട്ടിയ ലാഭത്തിന്റെ കണക്ക് പറയാണ്, കള്ള് വിറ്റ് കിട്ടിയ കണക്ക്, ലാഭത്തിന്റെ കണക്ക്. ആ കണക്കിന്റെ 10 കോടി അധികം ചെലവഴിച്ചാൽ പോലും സമൂഹത്തിൽ ഉണ്ടാകുന്ന പരിക്ക് നമുക്ക് നികത്താൻ പറ്റൂല. എന്താണ് നമ്മുടെ ആളുകൾ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇതിനൊക്കെ പരിഹാരം എന്താണ്? ലോകത്ത് പരിഹാരം ഇതിന് ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് പരിഹാരമുണ്ടായിട്ടുണ്ട്. എന്താ പരിഹാരം? അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കേൾക്കുക, മുത്തുനബിയുടെ സാരോപദേശങ്ങൾ കേൾക്കുക. കള്ളിലും പെണ്ണിലും തോന്നിവാസങ്ങളിലും യുദ്ധത്തിലും ഹറാമുകളിലും പിടിച്ചു പറയലും ലോകം കണ്ട ഏറ്റവും വലിയ എല്ലാ തോന്നിവാസങ്ങളിലും നന്മയുടെ ഒരു പൊൻ വെട്ടം പോലുമില്ലാത്ത ജാഹിലിയ അറബികളിലേക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ഷോർട്ട് ഫിലിം ഇറക്കല്ല ചെയ്തത്. അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തു, പരലോകബോധം ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നബി വന്നിട്ട് എന്ത് ചെയ്തു? അള്ളാന്റെ ആയത്ത് കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, അവരെ ഫിൽട്ടർ ചെയ്തെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ, അവർക്ക് ആയത്ത് ഓതി കൊടുത്തു. വൽ ഹിക്മത, ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു. സാരോപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ ചൊല്ലിക്കൊടുത്തു. ആര്? മുത്തുനബി. ആർക്ക്? ഏറ്റവും വലിയ തോന്നിയാവാസികളായ ആളുകൾക്ക്. അവർ മാറി. കള്ള് ഹറാമാണ് എന്ന ആയത്തിറങ്ങിയപ്പോൾ കള്ള് കുടിച്ചു കൊണ്ടിരുന്ന ആളുകൾ വിരല് വായിലിട്ട് അണ്ണാക്കിലിട്ട് ഛർദിച്ച്, എന്നാൽ കുടിച്ചുകണല്ലോ, വയറ്റത്തേക്ക് എത്തിയെന്നതിൻ്റെ മുമ്പുള്ളതെങ്കിലും ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. വായിൽ കൈയിട്ട് ഉള്ളത് ഛർദിച്ച ചരിത്രം ബാലരമക്കഥയല്ല, കെട്ടുകഥയല്ല, അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞതല്ല.
മുന്തിയ കള്ള് മദീനയിൽ മുന്തിയ കള്ളിന്റെ പുഴ ഒഴുകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരുറവ ഒഴുകി എന്ന് പറഞ്ഞാൽ നല്ല നല്ല അബ്കാരി കോൺട്രാക്ടർമാരായ ആളുകൾ, കള്ള് കച്ചവടക്കാരായ ആളുകൾ ആയത്തിറങ്ങിയിട്ടുണ്ട്. അല്ലാഹ് ചോദിക്കുന്നു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ എന്താ കൂട്ടര് വിരമിക്കാത്തത്? ഇത് നിങ്ങൾക്ക് വിജയമില്ല, പരാജയമാണ് സമ്മാനിക്കുന്നത്. ഇത് നിങ്ങളുടെ തകർച്ചയാണ് സമ്മാനിക്കുന്നത്. രണ്ട് ലോകത്തും തകർച്ചയാണെന്ന് നമ്മുടെ റബ്ബ് പറയുന്നു, മുത്ത് ഹബീബ് പറയുന്നെന്ന് പറഞ്ഞപ്പോൾ കള്ളിന്റെ വീപ്പക്കുറ്റികൾ അടിച്ചു പൊളിച്ച് വായിൽ കൈയിട്ട് ഛർദിച്ച് ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ചരിത്രം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് മടങ്ങണം. അതല്ലാതെ ഒരു പരിപാടിയില്ല സഹോദരന്മാരെ, രാഷ്ട്രീയക്കാരെ, സമുദായ നേതാക്കന്മാരെ, ഇതല്ലാത്തൊരു പരിഹാരമില്ല. നാട് നശിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രശ്നം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചികിത്സിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് സഹോദരന്മാരെ, ഏറ്റവും വലിയൊരു പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ലഹരിയുടെ ഉപയോഗവും കൊലപാതകങ്ങളും സമൂഹത്തെ തകർക്കുന്ന കാര്യങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊരു കാരണം നമ്മുടെ കല എന്ന സംസ്കാരത്തിൻ്റെ ഉത്തുംഗതയായി ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും മേന്മയായ കലയായി പഠിപ്പിക്കുന്ന സിനിമകളാണ്. നമ്മുടെ രാജ്യത്തെ തകർക്കുകയാണ് സിനിമാ സംവിധാനങ്ങൾ. ഏറ്റവും നല്ല വ്യത്യസ്തങ്ങളായ ലഹരി വസ്തുക്കൾ എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ജനങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, അതേപോലെ തന്നെ ആളുകളിലേക്ക് ഏറ്റവും നല്ല നെറ്റ്വർക്കുകളിലൂടെ എങ്ങനെ എത്തിക്കാം എന്ന് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന നമ്മുടെ സിനിമ എന്ന മാധ്യമം നമ്മുടെ കൗമാരക്കാരന്മാർക്കും കൗമാരക്കാരികൾക്കും നമ്മുടെ യുവാക്കൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ലഹരി വസ്തുക്കളെ പരിചയപ്പെടുത്തുന്ന, അതിൻ്റെ ഉപയോഗം പഠിപ്പിച്ചു കൊടുക്കുന്ന സിനിമ എന്ന സംവിധാനം എങ്ങനെ ഉപയോഗിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കാണ്. ഇത് സ്ക്രീൻ ചെയ്യാൻ ആളില്ല. നായകന്മാരും നായികമാരും ഉപയോഗിച്ച് കുടിച്ച് തീർക്കുകയാണ്. നല്ല നല്ല ബ്രാൻഡുകൾ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കേവലം ഒരു കലയുടെ സ്പിരിറ്റിലല്ല ആളുകൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നായകന്മാരുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവില്ല. ഇത് അതുപോലെ ഒപ്പിയെടുക്കുകയാണ്. ഭർത്താവിനെ എങ്ങനെ ചതിക്കാം, ഭാര്യയെ എങ്ങനെ ചതിക്കാം, ഭാര്യ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സിനിമകളിലൂടെ. ഏറ്റവും നല്ല രീതിയിൽ കവർച്ച എങ്ങനെ നടത്താം, ബാങ്ക് എങ്ങനെ നടത്താം, എങ്ങനെ ഒരു മനുഷ്യനെ ഏറ്റവും ശാസ്ത്രീയമായി കൊല്ലാം, തെളിവെങ്ങനെ നശിപ്പിക്കാം കാണിച്ചു കൊടുക്കുകയാണ്. പ്രേമത്തിന്റെ പേര് പറഞ്ഞ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എങ്ങനെ ചതിക്കാം, അവരെ കണ്ണീര് കുടിപ്പിക്കാം, അവരെങ്ങനെ ഹൃദയം പൊട്ടി കൊലപ്പെടുത്താം, നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി മറ്റുള്ളവന്റെ കൂടെ മാതാപിതാക്കളെ ധിക്കരിച്ച് പോകുന്ന നായികമാർ, അത് ഹീറോയിസമായി കാണുന്നവർ, എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ആഭാസത്തോടുകൂടി മറ്റുള്ളവർക്ക് മുമ്പിൽ അർദ്ധനഗ്നകളായിക്കൊണ്ട് അഴിഞ്ഞാടി നടക്കാം എന്ന് പഠിപ്പിക്കുന്ന ഈ സിനിമ എന്ന മാധ്യമം. ഇതൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെയാണ് എടുക്കുന്ന സഹോദരന്മാരെ. ഇത് നോർമലായി മതപണ്ഡിതന്മാർ പോലും പ്രൊമോട്ട് ചെയ്യാണ്. മതപണ്ഡിതന്മാർ പോലും പ്രൊമോട്ട് ചെയ്യുന്നു. പ്രശ്നം എന്താണെന്ന് അറിയുന്നില്ല. എവിടെയാണ് പ്രശ്നത്തിന്റെ കാതിൽ കിടക്കുന്നത് എന്നറിയുന്നില്ല. ഒരു സമൂഹത്തെയും ഒരു നാടിനെയും സംസ്കാരത്തെയും എല്ലാം കുട്ടിച്ചോറാക്കുന്ന ഈ സിനിമ എന്ന മാധ്യമം. വിവാഹം വേണ്ട, ആണും പെണ്ണും ഒരുപോലെയാണ്. പ്രത്യേകിച്ച് അവർക്കിടയിൽ മറയില്ല, വിലക്കുകളില്ല, എല്ലാം ഒരുപോലെ. അതിൻ്റെ പേരിൽ റാപ്പുകൾ നടത്തപ്പെടുന്നു, പെൺകുട്ടികൾ പിച്ച് ചീന്തപ്പെടുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ സഹോദരന്മാരെ ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്നു. സ്വർഗരതിയും തോന്നിവാസങ്ങളും ആഭാസങ്ങളുമെല്ലാം. ഇതാരെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, ചർച്ച ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇത് വളരെ സുന്ദരമായി കൊണ്ട് നമ്മുടെ യുവാക്കളിലേക്കും അതേപോലെ തന്നെ കൗമാരക്കാരിലേക്കും നമ്മുടെ മക്കളിലേക്ക് പോലും ഇത് എത്തിക്കുകയാണ്. ഈ പറയപ്പെട്ട ആഭാസങ്ങളുടെയും അപകടങ്ങളുടെയും അതേപോലെ തന്നെ രാജ്യത്തെ തകർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വിധ്വംസക പ്രവർത്തനങ്ങളുണ്ടോ, ഇതൊക്കെ നന്നായി ഏറ്റവും നല്ല രീതിയിൽ കളർഫുള്ളായി ജനങ്ങളിലേക്ക്, കൊച്ചുമക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഈ സംവിധാനം. ഇല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ?
ഇവിടെ കൊലപാതകങ്ങളും അതേപോലെ തന്നെ കവർച്ചകളും തോന്നിവാസങ്ങളും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗങ്ങളും നാടിൻ്റെ മൂല്യങ്ങളെ തകർക്കുന്നതിലും 90% പങ്ക് ഈ മാധ്യമത്തിനല്ലേ? ഇതിൻ്റെ പിന്നാലെയല്ലേ പല ആളുകളും ഉള്ളത്? അപ്പം നമ്മുടെ മക്കളെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് പറ്റണം. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇത് പിന്നെ ഈ നിലക്ക് ഇത്രയധികം സ്വാധീനം ഉണ്ടാക്കുന്നൊരു മാധ്യമം എന്നുള്ള നിലക്ക് ജനങ്ങൾക്കിടയിൽ, മക്കൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. ഇത് ഈ പറയപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടുന്ന് ലാഭം ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചാൽ പോരാ, കോടികളുടെ നഷ്ടം വേറെ ഉണ്ടാകണം. ഇതൊക്കെ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹുകളായ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഇടങ്ങാറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അവരെയും നമ്മളെയും അവരുടെ ജനാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.